ഇന്ന് ഡേ 18 ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അതായത് നമ്മുടെ എന്തായാലും ഏത് കാര്യമായാലും നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു അഗ്ലി ആയിരിക്കില്ലേ. അഗ്ലി പറഞ്ഞാൽ അങ്ങനെ പെർഫെക്റ്റ് അല്ലാത്തൊരവസ്ഥയിലായിരിക്കില്ലേ. അപ്പോൾ ആ ഒരു സംഭവത്തിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല പറയുന്നത്. അതായത് ലെറ്റ് ഇറ്റ് ബി അഗ്ലി എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു തുടക്ക സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്ത് കാര്യമായാലും അത് ഭയങ്കര അഗ്ലി ആയിരിക്കും, അല്ലെങ്കിൽ പെർഫെക്റ്റ് അല്ലാത്ത അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ അത് അത്ര നല്ലതായിരിക്കില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ഓക്വേർഡായിരിക്കും തീർച്ചയായും. ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. ഭയങ്കര ഓക്വേർഡായിരുന്നു, സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഒരാളും ഭയങ്കര പെർഫെക്റ്റായിട്ട് ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഭൂരിഭാഗം പേരും തുടക്കം അത്ര നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ആ ഒരു സമയത്തായിരിക്കും എല്ലാവരും അത് എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളൊരു കാര്യത്തിൽ എത്തിയിട്ട് നിർത്തിപ്പോകുന്നത്. അപ്പോൾ അത് ഓർത്ത് അങ്ങനെ ചിന്ത വന്ന് നിർത്തിപ്പോകേണ്ട കാര്യമില്ല എന്നാണ് പറയുകയാണെങ്കിൽ ഇത് ആദ്യം തുടങ്ങി വെക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് പിന്നെ പെർഫെക്റ്റ് അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുക. പറഞ്ഞ പോലെ എല്ലാം ഫസ്റ്റ് ടൈം ആണെങ്കിൽ അതെല്ലാം ഒരു ഓക്വേർഡ് മൊമെൻ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് അല്ലാത്ത അവസ്ഥ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ആണ്. നമ്മുടെ എല്ലാവരും ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്നതെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയോടെ ചെയ്താൽ അത് നടക്കുമോയെന്ന് അറിയില്ല. നല്ല വിശപ്പുണ്ട്, തിന്നാനുണ്ടോ. അപ്പം അതാണ് നമ്മുടെ ചിന്ത. തുടക്കത്തിൽ തന്നെല്ലാം ഭയങ്കര പെർഫെക്റ്റായിട്ട് വേണമെന്നുള്ള ഒരു ചിന്തയുണ്ടാവും. പിന്നെ നമ്മൾ ബാക്കി ക്രിയേറ്റേഴ്സിനെ കമ്പയർ ചെയ്യും. അതായത് ഈ കണ്ടൻറ് ക്രിയേഷൻ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ കണ്ടൻറ് ക്രിയേഷൻ ചെയ്ത് തുടങ്ങിയിട്ടില്ലേ, അവരങ്ങ് ഒരു പെർഫെക്റ്റ് സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സമയത്തിലെ വീഡിയോസായിട്ട് നമ്മളെ തുടക്കത്തിലെ വീഡിയോ കമ്പയർ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഭയങ്കര മോശമായിട്ട് തോന്നും, നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റ് ആവും. സോ അവരുടെ എല്ലാം ഫസ്റ്റ് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, മനസ്സിലാവും നിങ്ങൾക്ക് അത് എത്രത്തോളം ഓക്വേർഡായിട്ടുള്ള വീഡിയോ ആണ്, ഇപ്പം അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ തുടങ്ങിയാൽ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് എന്തായാലും എത്തും. പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യുന്നില്ല കാര്യമാണ്. ബാക്കിയുള്ളവർ നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ല കാര്യം കൊണ്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാണ്ട് നിന്നാൽ ഭാവിയിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ഈ ജഡ്ജ് ചെയ്യുന്നതിലൊരു കാര്യം, ആ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ കുറേ കാലം ഉണ്ടായിന്. അതുകൊണ്ട് കുറേ വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ ഡിലേ ആയി. അത് എടുത്ത വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് കുറേ ഓവർ തിങ്ക് ചെയ്ത് കുറേ ഡിലേ ആയി. പിന്നീട് അതൊന്നും കാര്യമില്ല, നമ്മളെ പണിയെടുത്താലേ നമുക്ക് സന്തോഷമുള്ള കാര്യം ചെയ്താലേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന കാര്യം മനസ്സിലായി. ഈ പെർഫെക്ഷൻ എന്ന് പറയുന്ന സാധനം അതൊരു പച്ചയായ കള്ളമാണ്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുക, റെഡിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, പെർഫെക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സ്റ്റക്കായിട്ട് ഇരിക്കുകയുള്ളൂ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിലേക്ക് എത്തൂല. ഐ വിൽ സ്റ്റാർട്ട് വെൻ ഐ എം ബെറ്റർ. അതായത് നമ്മൾ നല്ലതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാലും അതൊരു എക്സ്ക്യൂസ് മാത്രമാണ് തുടങ്ങാണ്ടിരിക്കാനല്ലേ. അതും നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു ബെറ്റർ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നില്ല ചെയ്ത് തുടങ്ങാണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു തുടക്കത്തിലെല്ലാം അഗ്ലി ആയിരിക്കും എന്ന് പറഞ്ഞ ആ ഒരു സാധനമില്ലേ, ആ ഒരു അഗ്ലി എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഒരു അഗ്ലി ആയിരിക്കും എന്നുള്ളത് ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഇറ്റ്സ് ഓക്കെയാണ്, അതിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ തുടങ്ങിയെന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ അത് അഗ്ലി ആയതുകൊണ്ട് അത് നിർത്തി പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് സെക്കൻഡായിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടാടി പണി നിർത്തിപ്പോട്ടെ. അത്രക്കും മോശം ഉണ്ടായതാണ് എൻ്റെ വീഡിയോ. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യം ആദ്യത്തെ കാഴ്ചയിൽ അത് ഭയങ്കര ഓക്വേർഡായിരിക്കും. ആ ഓക്വേർഡ് എന്നുള്ള സാധനമാണ് പിന്നീട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കോൺഫിഡൻസിനായിട്ട് മാറല്ലേ. ഞാൻ ഇത്ര കോൺഫിഡൻസ്, അതായത് ഇപ്പോൾ ഇല്ലത്ര പോലും കോൺഫിഡൻസ് ആയിട്ടല്ല ഞാൻ മുന്നേ ഉണ്ടായത്. അന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഓക്വേർഡായിട്ടുള്ള മൊമെൻ്റ് ഉണ്ടായത് ക്യാമറ ഓണാക്കി സംസാരിക്കുമ്പോഴെല്ലാം. പക്ഷേ ഇപ്പോൾ
അത്യാവശ്യം കുറച്ച് കോൺഫിഡൻസ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് അഗ്ലിന്ന് തോന്നിയ കാര്യം പിന്നീട് അത് മാറി മാറി പ്രസ് ചെയ്ത് അത് നല്ലതായിട്ട് വരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ലെങ്കിലും എനിക്കിങ്ങനെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടിയത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഞാൻ ഈ 365 ഡേയ്സ് വ്ളോഗ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഇന്ന് 18ാമത്തെ ദിവസമാണ്. ഇതിൽ ഇടാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. കൺസിസ്റ്റൻസ് ആയിട്ട് എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര അൺകംഫർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഈ ചെയ്തുകൊണ്ട് നിന്നാൽ മാത്രമേ പിന്നീട് അത് ഈസി ആയിട്ട് മാറും. അതുകൊണ്ട് ഞാൻ 2 ദിവസം ഗ്യാപ്പ് വന്നാലും പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ക്യാമറ നോക്കി സംസാരിക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം പറയാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം റെക്കോർഡ് ചെയ്യാനോ, ഷൂട്ട് ചെയ്യാനോ, അത് എഡിറ്റ് ചെയ്യാനോ എല്ലാം മെനക്കെടുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിന്നാലേ മാത്രമേ ആ ഒരു അൺകംഫർട്ട് എന്നുള്ള സാധനം ഈസി ആയിട്ട് മാറും. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു കാര്യം വീഡിയോ അപ്ലോഡ് ചെയ്യാനായാലും എന്തായാലും നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പേടി കൂടും, നിങ്ങളെ കംഫർട്ട് സോണ് ബ്രേക്ക് ആവില്ല, നിങ്ങളെ ഡൗട്ട് കൂടും. ഇതെല്ലാം നിങ്ങളുടെ ഭാവി കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളെ വേർഷനെ നല്ലോണം ബാധിക്കും, നല്ല മോശമായിട്ട് ബാധിക്കും. നിങ്ങൾ ചെയ്ത പെർഫെക്റ്റ് അല്ലാത്തൊരു കാര്യം അത് അത്ര മോശമായിട്ട് കാണണ്ട. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൻ്റെ പ്രോസസ്സാണത്. അപ്പോൾ അതെല്ലാം അങ്ങനെ കാണുക. അഗ്ലിയായിട്ടുള്ള കാര്യങ്ങളെ അതൊരു പ്രോസസ്സായിട്ട് കാണുക. പിന്നെ ആരെങ്കിലും നിങ്ങളോട് പറയുന്നത് അത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞാൽ തിരിച്ച് പറയാം, അതെൻ്റെ ഫസ്റ്റ് വേർഷനാണെന്ന് പറയാം. കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആദ്യം ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, അതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, നിങ്ങളിപ്പോൾ ഇല്ലേ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ അത് ബെറ്ററാകും എന്തായാലും. ഈ ഒരു ചിന്തനെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇതിൽ അത്ര നല്ലതല്ല എന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതല്ല എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഈ സമയത്ത് ഇതിൽ ഞാൻ അത്ര നല്ലതല്ല, പക്ഷേ ഐ ക്യാൻ ബി ബെറ്റർ എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരിക, എന്നിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയ തന്നെ ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ടാകുന്നത്. എനിക്ക് വായി തോന്നിയ കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുകയാണ്. ഓരോ പോയിൻ്റാക്കി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ എനിക്കെന്താ തോന്നുന്നത് അത് ഞാൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, പെർഫെക്റ്റ് അല്ലാതെ പോസ്റ്റ് ചെയ്യാണ്ട് വെച്ച വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ഡേ 18 വീഡിയോ നമുക്ക് നിർത്താം. അതായത് നിങ്ങളിപ്പോൾ എംബറാസ് ചെയ്യുന്ന, നിങ്ങളിപ്പോൾ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഭാവിയിൽ പ്രൗഡ് ചെയ്യുന്നൊരു മൊമെൻറ്റ് വരും. സോ ഒന്നും കൂടി പറയാം, ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാനിപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചതേ ഉള്ളൂ, എന്നാലും പറയാണ്, ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതെൻ്റെ ഡേ 18ആണ്. സ്റ്റിൽ ലേണിങ്, സ്റ്റിൽ എക്സ്പീരിയൻസിങ്, സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പെർഫെക്റ്റ് അല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.